ഏറ്റവും പുതിയൊരു വാർത്തയിലേക്കാണ് ആദ്യം തന്നെ ന്യൂസ് അപ്ഡേറ്റ്സ് കടക്കുന്നത്. ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി സഞ്ചരിച്ച ഹെലികോപ്റ്റർ അപകടത്തിൽപ്പെട്ടു. ഇറാനിയൻ സ്റ്റേറ്റ് ടെലിവിഷനാണ് അപകട വിവരം സ്ഥിരീകരിച്ചത്. ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിൽ നിന്ന് 600 കിലോമീറ്റർ അകലെയാണ് അപകടം. അസർബൈജാനിൽ ഡാം ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്ത് മടങ്ങവെയായിരുന്നു അപകടം. രഞ്ജിത്ത് രാമചന്ദ്രൻ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരും. രഞ്ജിത്ത്, ഏറെ ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയാണ്. എന്താണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ? ഇറാൻ പ്രസിഡന്റിന്റെ ഒപ്പം മറ്റാരെങ്കിലും ആ ഹെലികോപ്റ്ററിൽ ഉണ്ടായിരുന്നോ? ഹെലികോപ്റ്റർ അപകടത്തിന്റെ കൂടുതൽ വിശദാംശങ്ങൾ ലഭ്യമാണോ? വിവരങ്ങൾ എന്തൊക്കെയാണ്? ഭവ്യ, ഈ ഇറാന്റെ സൈനിക കേന്ദ്രങ്ങൾ നയിക്കുന്ന അവർ നിയന്ത്രണത്തിലുള്ള വാർത്താ ഏജൻസി ഏറ്റവും ഒടുവിൽ അറിയിച്ചിരിക്കുന്നത് പ്രസിഡന്റിനായി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. കാരണം ഹാർഡ് ലാൻഡിംഗ് എന്നാണ് ഇത് വിശേഷിപ്പിക്കപ്പെടുന്നത്. ഇത്തരത്തിലുള്ള ഒരു അപകടകരമായ ഒരു ലാൻഡിംഗിലാണ് ഈ ഹെലികോപ്റ്റർ എത്തിച്ചേർന്നത് എന്നുള്ളതാണ്. ഇതിനൊപ്പം മറ്റൊരു ഹെലികോപ്റ്റർ കൂടി ഉണ്ടായിരുന്നു. രണ്ടാമത്തെ ഹെലികോപ്റ്ററും അപകടത്തിൽപ്പെട്ടു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. നേരത്തെ പറഞ്ഞതുപോലെ അസർബൈജാനും ഇറാനും ചേർന്ന് അരാസ് നദിയിൽ പണി കഴിപ്പിച്ച ഒരു അണക്കെട്ടുണ്ട്. അതായത് മൂന്നാമത്തെ അണക്കെട്ടാണ്. മൂന്നാമത്തെ അണക്കെട്ടിന്റെ ഉദ്ഘാടനം നിർവഹിക്കാൻ പോവുകയായിരുന്നു പ്രസിഡന്റ് അടക്കം. പ്രസിഡന്റിനൊപ്പം ഇറാൻ വിദേശകാര്യ മന്ത്രി ഈ ഹെലികോപ്റ്ററിൽ ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാകുന്നുണ്ട്. ഒപ്പം കിഴക്കൻ അസർബൈജാൻ പ്രവിശ്യ ഗവർണർ മാലിക് റഹ്മത്തി, ഇറാനിയൻ പരമോന്നതാവ് അയത്തുള്ള ഖുമേനി എന്നിവരും ഹെലികോപ്റ്റർ ഉണ്ടായിരുന്നു എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. ഇപ്പോഴത്തെ ഒരു വലിയ പ്രതിസന്ധി ഇതുമായി ബന്ധപ്പെട്ട മോശം കാലാവസ്ഥയാണ്. കാരണം അവിടുത്തെ വിവരങ്ങൾ അറിയാൻ പോലും ഇത് കാരണം താമസമുണ്ടാകുന്നു എന്ന് ഇറാൻ സൈന്യം അറിയിക്കുന്നുണ്ട്. ടെഹ്റാനിൽ നിന്ന് 600 കിലോമീറ്റർ അകലെയാണ് ഈ സ്ഥലം ഉള്ളത്. ഇവിടെ തുടർച്ചയായ മഴയും മറ്റ് പ്രശ്നങ്ങളും ഒക്കെ കഴിഞ്ഞ കുറേ ദിവസങ്ങളെ റിപ്പോർട്ട് ചെയ്ത ഒരു പ്രദേശം കൂടിയാണ്. ഇവിടെ വെള്ളപ്പൊക്കമൊക്കെ ഉണ്ടാകുന്ന ചില നദികളുമൊക്കെ ഈ പ്രദേശത്തുണ്ട്. ഈ മഴയുടെ ഈ മോശം കാലാവസ്ഥയിലാണ് ഹെലികോപ്റ്റർ ഇത്തരത്തിൽ ലാൻഡ് ചെയ്യേണ്ടി ഹാർഡ് ലാൻഡിങ്ങിലേക്ക് എത്തിച്ചേർന്നത് എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഹെലികോപ്റ്റർ ഉള്ളവരുമായി ആശയവിനിമയം നടക്കുന്നുണ്ട് എന്ന ആശ്വാസകരമായ ഒരു വാർത്ത ഇറാൻ വാർത്താ ഏജൻസി പുറത്തുവിടുന്നുണ്ട്. പക്ഷേ അപ്പോഴും സാഹചര്യങ്ങൾ ആശങ്കാജനകമാണ്. ഇതിനിടെ ഒരു ചിത്രം പ്രചരിക്കുന്നുണ്ട്. ചിത്രം ഇറാൻ വാർത്താ ഏജൻസി പുറത്തുവിട്ടിട്ടുണ്ട്. അത് ഈ പ്രസിഡന്റ് അടക്കമുള്ളവർ ഹെലികോപ്റ്ററിൽ നിന്നും ഒരു ലാൻഡ് ചെയ്ത ഒരു ഹെലികോപ്റ്ററിൽ നിന്നും പുറത്തേക്ക് നടന്നു വരുന്ന ദൃശ്യങ്ങളാണ്. അതിൻ്റെ ആധികാരിക സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ വ്യക്തമാക്കേണ്ടതുണ്ട്. പക്ഷേ ഇപ്പോഴും പ്രസിഡന്റ് സേഫാണ് എന്ന തരത്തിലുള്ള ഒരു മെസ്സേജ്, അല്ലെങ്കിൽ അതിനൊപ്പമുള്ളവർ സേഫാണ് എന്ന തരത്തിലുള്ള ഒരു മെസ്സേജ് ഇറാൻ വാർത്താ ഏജൻസികളുടെ ഭാഗത്തു നിന്ന്, ഇറാന്റെ ഭാഗത്തു നിന്ന് ഔദ്യോഗികമായി ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. ഇപ്പോൾ അപകടം നടന്നിട്ട് ഏതാണ്ട് 2 മണിക്കൂർ പിന്നിടുന്ന പശ്ചാത്തലം കൂടി ഇതിനോട് ചേർത്ത് വായിക്കണം. ഇതുവരെയും അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൂടുതലായി പങ്കുവെക്കാൻ ഇറാൻ സാധിക്കാത്തത് ഒരു പ്രശ്നമാണ്. ഏതായാലും പ്രാർത്ഥിക്കുക, ഇറാൻ പ്രസിഡന്റിന് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന തരത്തിൽ ഈ ഏറ്റവും അവസാനം വന്ന മെസ്സേജിൽ തന്നെയാണ് ഇപ്പോൾ അതിന്റെ ഗൗരവം കൂടി നമ്മൾ ചേർത്ത് വായിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഈ അപകടം അല്പം ഗൗരവതരമായി സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്നും കൂടി മനസ്സിലാക്കേണ്ട പശ്ചാത്തലമാണ് ഇപ്പോൾ ഉള്ളത്. ഭവ്യ, ശരി. എന്തായാലും ഇറാൻ പ്രസിഡന്റ് സഞ്ചരിച്ച ഹെലികോപ്റ്റർ അപകടത്തിൽപ്പെട്ടു എന്നുള്ള പുതിയ വാർത്തയാണ് വരുന്നത്. രഞ്ജിത്ത് രാമചന്ദ്രനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത്.